അപ്പോൾ ക്യാപ്സിക്കം എന്താ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞവിടെ വയ്ക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഇതാ ഇഞ്ചി എടുത്ത് അതും പൊടി പൊടിയായിട്ട് അരിയുക. അതിന് ശേഷം വെളുത്തുള്ളി അരിഞ്ഞ് വയ്ക്കുക. പിന്നെ പച്ചമുളക് അരിഞ്ഞ് വയ്ക്കുക. നമ്മളൊരു ചിക്കൻ്റെ സ്റ്റോക്ക് ഒരു മുട്ടയും കൂടി എടുത്ത് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ ഇങ്ങനെ നീളത്തിൽ നിങ്ങളെ ഫിംഗർ പോലെ അരിഞ്ഞ് നീളത്തിൽ അരിഞ്ഞ് ഇങ്ങനെ എടുക്കുക. അപ്പോൾ അതൊരു സൈഡിൽ നമ്മൾ അരിഞ്ഞുകൊണ്ടിരിക്കേണ്ടത്. ആ പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് അതിൻ്റെ അകത്തേക്ക് നമ്മൾ ആദ്യം ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ക്യാപ്സിക്കം നമ്മൾ കുറച്ച് ഇവിടെ വേകണം, അതുകൊണ്ടാണ്. കട്ട് ചെയ്ത ചിക്കനിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. പിന്നെ കുറച്ച് സോയാ സോസ് അതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. സോയാ സോസ് ഒഴിച്ച് കുറച്ച് ഉപ്പിടുക. പിന്നെ കുറച്ച് കോൺഫ്ലോർ, ഒരു 2 സ്പൂൺ കോൺഫ്ലോർ ഇട്ട് അതൊന്ന് മിക്സ് ചെയ്ത് അവിടെ മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മളുടെ അടുപ്പത്തേക്ക് വരാം. നമ്മളുടെ സ്റ്റൗവിൽ നമ്മളിത് ഒരുവിധം നല്ലോണം മൊരിഞ്ഞ് പാകമായിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി ഇടുക, വെളുത്തുള്ളി ഇടുക. അത് രണ്ടും ഒന്ന് സോട്ട് ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് പച്ചമുളക് ഇടാം. അത് രണ്ടും ഒന്ന് സോട്ട് ചെയ്ത് ഒരുവിധം ഇവിടെ നന്നായിട്ട് ഇത് ഒന്ന് കുക്കാവുന്നതാണ് ഇഷ്ടം കേട്ടോ, നമ്മുടെ ക്യാപ്സിക്കം. അതുകൊണ്ടാണ് പച്ചമുളക് ഇട്ടൊന്ന് സോട്ട് ചെയ്ത് അതവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മളിതാ ചിക്കൻ സ്റ്റോക്ക് പൊട്ടിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റുക. അതിന് ശേഷം അതിൻ്റെ ആ ചിക്കൻ സ്റ്റോക്കിലേക്ക് ആ പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ 1 സ്പൂൺ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി അവിടെ വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് സ്റ്റൗവിലേക്കൊന്ന് നോക്കി ഓക്കെ ആയിട്ട് കിടപ്പുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് നമ്മളത് ചിക്കൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. 1 സ്പൂൺ കോൺഫ്ലോർ കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചിക്കൻ വറുക്കാൻ വേണ്ടിയിട്ട് ആ പാനൊന്ന് എടുത്തായിരുന്നേ. അതേ പാനിലേക്ക് നമ്മൾ ആ ക്യാപ്സിക്കം വഴറ്റിയത് അതിൻ്റെ അകത്തേക്കിട്ട് ഇട്ടു. കലക്കി വെച്ച ചിക്കൻ സ്റ്റോക്ക് അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു. അതിന് ശേഷം കോൺഫ്ലോർ ഒഴിച്ച് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് പാകത്തിന് നമ്മളൊന്ന് മിക്സ് ചെയ്തത് വെക്കുക. കുറച്ച് വെള്ളം ഒഴിക്കണം കേട്ടോ, ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഇത്തിരി ഉപ്പും കൂടി ഇടുക. ഉപ്പ് ഇത്തിരി കുറവാണ്, കഴിച്ച് നോക്കിയാൽ. അപ്പോൾ ഇത്തിരി ഉപ്പും കൂടി ഇടുക. 1 സ്പൂൺ സോയാ സോസും 1 സ്പൂൺ നമ്മൾ ടൊമാറ്റോ സോസും കൂടി ഒഴിച്ച് നന്നായിട്ട് അങ്ങ് ഇളക്കി മിക്സ് ആക്കുക കേട്ടോ. അത് നന്നായിട്ട് അങ്ങ് മിക്സായി വരട്ടെ. നന്നായിട്ടൊന്ന് മിക്സായി വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന നമ്മളുടെ ചിക്കൻ അതിലേക്ക് ഇടാം. അതൊന്ന് നന്നായി മിക്സ് ചെയ്യുക കേട്ടോ. നന്നായി ഒന്ന് കുക്കായിട്ടുണ്ട്. അത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മളതിലേക്ക് ഒരു സ്പൂൺ, കുറച്ചൊരു മധുരം വേണം, കുറച്ച് പഞ്ചസാര ഇടുക കേട്ടോ. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അത് അടിപൊളി ഡ്രാഗൺ ചിക്കൻ റെഡിയാണ്. ശരിക്കും ഇതിൻ്റെ അകത്ത് വൈറ്റ് കളറിലെ എള്ളും കൂടി ഇട്ടാൽ നന്നായിരിക്കും, പക്ഷേ അതിവിടെ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ കമൻറ്റ് ലൈക്കൊക്കെ തരണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നമ്മളെപ്പോഴും ഈ ചിക്കൻ കറി തന്നെയല്ലേ, അപ്പോൾ ഒന്നൊരു വെറൈറ്റി ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഒരേ ഇവിടെ ഒന്നാമത് ഈ ചിക്കനൊക്കെ കിട്ടത്തുള്ളൂ, മീൻ ഒക്കെ കിട്ടൽ വളരെ അപൂർവമാണ്. അതുകൊണ്ട് ചിക്കൻ്റെ വെറൈറ്റീസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓക്കെ, ബൈ.